ഹായ് വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ ഗേറ്റ് 2021 ബേസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റഡ് ന്യൂസ്, അതേപോലെ സിവിൽ എൻജിനീയറിങ്ങിൻ്റെ സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് എത്രയാണ്, പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് എത്രയൊക്കെ ആയിരുന്നു, അതേപോലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, ഈ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ എനിക്കൊരു അപ്ഡേറ്റഡ് ന്യൂസ് പറയാനുള്ളത്, ഗേറ്റ് 2021 രജിസ്ട്രേഷൻ ഡേറ്റ് ഇനീഷ്യലി അത് സെപ്റ്റംബർ 30 ആയിരുന്നു രജിസ്ട്രേഷൻ ഡേറ്റ്. വിത്തൗട്ട് ഫൈൻ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 ആയിരുന്നു. അപ്പോൾ IIT ബോംബെ അതൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിത്തൗട്ട് ഫൈൻ, അതായത് നോർമൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 7 ആണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ആദ്യമായിട്ട് ഞാൻ പറയാം. ഇനി നമുക്ക് സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് ഫോർ ഗേറ്റ് 2021 ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ സിലബസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു, ക്വസ്റ്റ്യൻ പാറ്റേൺ പറഞ്ഞായിരുന്നു, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് എത്രയൊക്കെയാണെന്ന് നോക്കാം. ഇത് കറക്റ്റ് അക്യുറേറ്റ് ആയിരിക്കത്തില്ല, ഒന്നോ അര മാർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം, അല്ലെങ്കിൽ 1 to 1.5 മാർക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷേ ഏകദേശം പ്രൊഡിക്റ്റഡ് മാർക്ക് ഇതൊക്കെ തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് സെറ്റ് നമ്പർ 1, സെറ്റ് നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, എക്സാം കാലത്തും ഉച്ചക്കുമായിട്ടായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ഏത് ഗേറ്റ് എക്സാം ആണെങ്കിലും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലായ എൻജിനീയറിംഗ് ബ്രാഞ്ചസിലെല്ലാം 2 സെറ്റ് എക്സാംസ് നടക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യുന്നതിൽ കാലത്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഉച്ചക്കായിരിക്കും. അപ്പോൾ 2 സെറ്റ് നടത്തുമ്പോൾ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ആ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് വെയിറ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇതിൽ നിങ്ങൾ സെറ്റ് 1, സെറ്റ് 2 അധികം നോക്കണമെന്നില്ല, കാരണം അതിൽ ഏത് സെറ്റാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് പ്രഡിക്റ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, വെർബൽ എബിലിറ്റി ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ന്യൂമറിക്കൽ എസ്റ്റിമേഷൻ, ന്യൂമറിക്കൽ കോമ്പ്യൂട്ടേഷൻ, റീസണിങ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇതിന് 8 മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ വെർബൽ എബിലിറ്റിയിൽ വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് ലോഗീസ്, അതിന് 7 മാർക്ക്. അപ്പോൾ നമുക്കറിയാം ആപ്റ്റിറ്റ്യൂഡിൻ്റെ മൊത്തത്തിൽ 15% ആണ് വെയിറ്റേജ് വരുന്നത്. അത് ഈ രീതിയിലായിരിക്കും, 8, 7 അല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞും വരും. അപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ നിന്ന് ചോദിക്കാവുന്ന മാർക്കിൻ്റെ വെയിറ്റേജ്. അടുത്ത് നമ്മുടെ എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിലേക്ക് പോവാം. അപ്പോൾ എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വെയിറ്റേജസ് നമുക്ക് ആദ്യം സബ്ജക്റ്റുകൾ നോക്കാം. സബ്ജക്റ്റുകളല്ല, ടോപ്പിക്കുകൾ. കാൽക്കുലസ് ഉണ്ടാവും, ലീനിയർ അൾജിബ്ര ഉണ്ടാവും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ന്യൂമറിക്കൽ മെത്തേഡ്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിൽ. ഇതിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 10 to 13% ആണ്. 10 to 13%. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു PDF അവർ ഇട്ടേക്കുന്ന പ്രൊഡിക്ഷൻ ഫസ്റ്റ് സെറ്റിൽ 10 മാർക്സും സെക്കൻഡ് സെറ്റിൽ 12 മാർക്സുമാണ്. എറൗണ്ട് നമുക്ക് 10 to 13% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഈ 100 മാർക്സിൽ 10 മാർക്സ് മുതൽ 13 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സെറ്റിൽ. ഓക്കെ, അടുത്തത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലേക്ക് കിടക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗേറ്റ് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കാരണം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മെയിനായിട്ട് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്, സോയിൽ മെക്കാനിക്സും വരുന്നുണ്ട്. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ GT1, GT2 ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് 14 to 15 മാർക്സാണ്, അല്ലെങ്കിൽ 14 to 15%. എല്ലാ വർഷവും മിനിമം 12 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിലും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് ചോദിക്കും. കാരണം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അത്രയ്ക്ക് വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നല്ല സ്കോർ വേണമെന്നുള്ളവർ
ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അടുത്തത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന് വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സോളിഡ് മെക്കാനിക്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് അനാലിസിസ്, സ്ട്രക്ചറൽ അനാലിസിസ്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൻ്റെ മൊത്തം വെയിറ്റേജ് വരുന്നത് 7 to 12% ആണ്. അത് ക്വസ്റ്റ്യൻ സെറ്റ് അനുസരിച്ച് മാറാം. ഇതിൽ പ്രഡിക്ഷൻ അനുസരിച്ച് ഫസ്റ്റ് സെറ്റിന് 12%, സെക്കൻഡ് സെറ്റിന് 7%. കറസ്പോണ്ടിംഗ്ലി വേറെ ഏതെങ്കിലും വരുമ്പോൾ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ പറയാനുള്ളത്. ഇത് നിങ്ങൾ സിലബസ് നോക്കുക. നമുക്ക് കുറച്ച് കാര്യങ്ങളെ മെക്കാനിക്സിൽ പഠിക്കാനുള്ളൂ, സോളിഡ് മെക്കാനിക്സിലുള്ളൂ. പിന്നെ സ്ട്രക്ചറൽ അനാലിസിസിൽ കുറച്ച് ഇൻഡിറ്റർമിനസി, ബീം അനാലിസിസ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളാണുള്ളത്. കോൺക്രീറ്റ്, സ്റ്റീലും ജനറലായിട്ട് നോക്കേണ്ട ചില ഡിസൈൻസ് ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലുള്ള കോഡൽ പ്രൊവിഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്, അതൊന്നും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ. അടുത്തത് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങും ഈ ഒരു ഗേറ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനും എബൌട്ട് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നോയ്സ് ആൻഡ് എയർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വാട്ടർ ആൻഡ് വാട്ടർ വേസ്റ്റ്. അതായത് നമ്മൾ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 2 അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കംപ്ലീറ്റ് ടോപ്പിക്കും നമ്മൾ ഈ ഒരു എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗേറ്റ് സിലബസിൽ വരും. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 10 to 12 മാർക്സാണ്. അത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ മാറുന്നതനുസരിച്ചിരിക്കും. മേ ബി ചില സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ 10, ചില ക്വസ്റ്റ്യനിൽ 11, ചിലതിൽ 10. ആ റേഞ്ചിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റുകളിൽ 1 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, 2 എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങിനെ നമുക്ക് ഹൈഡ്രോളജി, ഇറിഗേഷൻ, ഇത് ഓൾറെഡി നമുക്ക് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് തന്നെ ഉള്ളതാണ്. അതുകൂടാതെ നമുക്കിതിനെ ഹൈഡ്രോളിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെ വെയിറ്റേജ് എബൌട്ട് 30% വരും. ഓക്കെ, ഇതിൽ ഈ ഹൈഡ്രോളജി 3 to 4 മാർക്സ്. ഹൈഡ്രോളജി എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സ്, ഇവാപ്പറേഷൻ, ഇൻഫിൽട്രേഷൻ, അതുപോലത്തെ ടോപ്പിക്ക്. ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ക്രോപ്പ്, കനാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡെൽറ്റ റിലേറ്റഡ് പ്രോബ്ലംസ്, അങ്ങനത്തെ കുറച്ച്. ഇറിഗേഷൻ ചെറിയൊരു ടോപ്പിക്കാണ്. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിൽ 8 to 7 മാർക്സ് അല്ലെങ്കിൽ 7 to 8 മാർക്സ്. അതാണ് അതിൻ്റെ ഒരു വെയിറ്റേജ് വരുന്നത്. അപ്പോൾ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ആണ് അടുത്ത നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പേപ്പർ. ഓക്കെ, അടുത്തത് ജിയോമാറ്റിക്സ് എഞ്ചിനീയറിംഗ്. ചെറിയൊരു സബ്ജക്റ്റാണ്, 5% ആണ് വെയിറ്റേജ് വരുന്നത്, അല്ലെങ്കിൽ 5 മാർക്സ് ആണ് വെയിറ്റേജ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പേപ്പറാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ 11 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്, 11 മാർക്ക്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഓരോ മെയിൻ ടോപ്പിക്സും അതിൻ്റെ അകത്തുള്ള വെയിറ്റേജസും നോക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഹൈ സ്കോറിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഹയസ്റ്റ് സ്കോറിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം വേണമെങ്കിൽ. ഒന്ന്, ഇപ്പോൾ IIT സ്വപ്നം കണ്ട് അല്ലെങ്കിൽ നല്ല PSC ജോബ്സ് നോക്കി നടക്കുന്ന കുട്ടികളുണ്ട്, ഹൈ പെർഫോമിങ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 100 മാർക്കിനും പഠിക്കുക. ഒരു 70-80 മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം ടാർഗറ്റ്. ഇതിൻ്റെ അകത്തൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. രണ്ടാമത്തതൊരു മിഡിൽ ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഉണ്ട്, അത്യാവശ്യം എല്ലാം നന്നായിട്ട് അറിയാം, പക്ഷേ അവർക്കൊരു 60 മാർക്സ് എന്ന് വെച്ചാൽ ഒരു NIT അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഉദ്ദേശിച്ചിരിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം സെലക്റ്റീവായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മാത്സ് ഉണ്ട്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ നിങ്ങൾ വെർബൽ എബിലിറ്റി അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൽ നല്ലതാണെങ്കിൽ ആ രീതിയിൽ നോക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസ്. ഇതിൽ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്താൽ അതിൻ്റെ അകത്തൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ തേർഡ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പാസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉഴപ്പന്മാർ
അല്ലെങ്കിൽ ഒരുവിധം കുറച്ച് ടൈം പഠിച്ച് പോവുക എന്നുള്ള കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് നോക്കേണ്ടത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, ജിയോടെക് എഞ്ചിനീയറിംഗ്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ബാക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ മാത്സിൽ അടിപൊളിയാണെങ്കിൽ മാത്സ് സെലക്ട് ചെയ്യാം, ആപ്റ്റിറ്റ്യൂഡിലുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ബാക്കി ഗ്രൂപ്പ് ഓഫ് പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് എടുത്ത് ചിലപ്പോൾ ചിലവർക്ക് അതിനകത്ത് കോൺക്രീറ്റ് സ്ട്രക്ചർ ഇഷ്ടമായിരിക്കും, അതുമാത്രം പഠിക്കുക. സ്ട്രക്ചറൽ അനാലിസിസ് ഇഷ്ടമായിരിക്കും, അതുമാത്രം പഠിക്കുക. അടുത്തത് ഇപ്പോൾ സർവേയിങ് എടുത്താൽ സർവേയിങ്ങിൽ കുറച്ച് പോർഷൻ ഇഷ്ടമാണെങ്കിൽ അത് പഠിക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്ജക്റ്റ് വെയിറ്റേജിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള ഈ ഒരു സബ്ജക്റ്റ് വെയിറ്റേജിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 2012-13 മുതൽ 2020, അതായത് കഴിഞ്ഞ വർഷത്തെ ഗേറ്റ് എക്സാമിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ സബ്ജക്റ്റിൻ്റെയും കറസ്പോണ്ടിങ് വെയിറ്റേജസ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറൗണ്ട് ആവറേജ് 12% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി, ഞാൻ നേരത്തെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി എന്ന് പറയുമ്പോൾ അറൗണ്ട് 6% വെയിറ്റേജ് വരുന്നത്, 6 to 8%. അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവസാനത്തെ ഒരു 4 വർഷം എടുത്തു കഴിഞ്ഞാൽ 6% വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ അറൗണ്ട് 8% പറഞ്ഞത്. ഏകദേശം കഴിഞ്ഞൊരു 4-5 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ 8% അടുത്ത് തന്നെ വെയിറ്റേജസ് വരുന്നുണ്ട്. അടുത്തത് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 11% അറൗണ്ട് 11% തന്നെയാണ് വരുന്നത്. അടുത്തത് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് 2-3 കാറ്റഗറൈസ് ചെയ്താണ് പറഞ്ഞത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസും പിന്നെ RCC, സ്റ്റീല്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് മാനേജ്മെൻറ്റ് ഇതെല്ലാം കൂടി കോറിലേറ്റ് ചെയ്താണ് പറഞ്ഞത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ 12% റേഞ്ച് വരും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് വെയിറ്റേജസ് വരുന്നത്. അടുത്തത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് 13 അല്ലെങ്കിൽ 14 മാർക്സ് ആണ്. കഴിഞ്ഞൊരു 4-5 വർഷം നോക്കി നമുക്കറിയാം 15% അതിൻ്റെ ആവറേജ് വെയിറ്റേജ് വരുന്നത്. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 11% ആണ്, അറൗണ്ട് 10% ആവറേജ് വരുന്നുണ്ട്. അടുത്ത ജിയോമാറ്റിക്സ് എഞ്ചിനീയറിംഗ് 4% ആണ്. ആക്ച്വലി ഇതൊരു എററാണ്, മിസ്റ്റേക്കാണ്. 4.5% ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 4% ആണ് അതിൻ്റെ ആവറേജ് സ്കോർ വരുന്നത്. അടുത്തത് നമ്മൾ RCC സ്റ്റീലൊക്കെ പറഞ്ഞു. ആപ്റ്റിറ്റ്യൂഡിൻ്റെ അകത്ത് വേറെ ഒന്നും നോക്കാനില്ല, എല്ലാ വർഷവും 15% ചോദിച്ചിട്ടുണ്ട്, അതതുപോലെ തന്നെ ചോദിക്കുകയും ചെയ്യും. അടുത്തത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സോളിഡ് മെക്കാനിക്സൊക്കെ നമ്മൾ മറ്റ് കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെ വെയിറ്റേജസ് വരുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റായിട്ട് നമുക്ക് കട്ട് ഓഫ് മാർക്സ് എത്രയൊക്കെയാണെന്ന് നോക്കാം. അതായത് കഴിഞ്ഞ വർഷത്തെ ഗേറ്റ് 2020 പല ബ്രാഞ്ചിൻ്റെ കട്ട് ഓഫും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗേറ്റ് 2020 അറൗണ്ട് 1,30,000 അപ്രോക്സിമേറ്റ്ലി 1,30,000 കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഔട്ട് ഓഫ് 100 മാർക്സിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് 32.9 ആയിരുന്നു കട്ട് ഓഫ്. OBC കാൻഡിഡേറ്റ്സിന് 29.6 ആയിരുന്നു കട്ട് ഓഫ്. SC ST PH കാൻഡിഡേറ്റ്സിന് 21.9 ആയിരുന്നു കട്ട് ഓഫ്. ഇത് കമ്പാരിറ്റീവ്ലി ഹയർ കട്ട് ഓഫാണ്. യൂഷ്വലി നമുക്ക് ഇത്രയും റേഞ്ചിൽ വരാറില്ല. അപ്പോൾ നോക്കിക്കേ, 100 മാർക്സിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് 33 ആയിരുന്നു പാസ്സാകാൻ വേണ്ടത്. OBCക്കും SC STക്കും അതിൽ താഴെ ആ റേഞ്ചിൽ. അപ്പോൾ ഇതാണ് ഗേറ്റ് 2020 കട്ട് ഓഫ് വരുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നത് നോക്കിക്കേ. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഗേറ്റ് എക്സാം പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗേറ്റ് എക്സാം എഴുതുന്നത്. എല്ലാ വർഷവും ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത് ഗേറ്റ് 2019
അറൗണ്ട് 1,45,000 സ്റ്റുഡൻസ് ആണ് ഗേറ്റ് എക്സാം സിവിൽ എഞ്ചിനീയറിംഗിൽ അറ്റൻഡ് ചെയ്തത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 28.2 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ്. ഒ ബി സി കാൻഡിഡേറ്റ്സിന് 25.4 ആയിരുന്നു കട്ട് ഓഫ്. SC/ST സ്റ്റുഡൻസിന് 18.8 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ്. അടുത്തത് ഗേറ്റ് 2018 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഏകദേശം 1,53,000 സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതിയത്. അതിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് 26.9 ആണ് കട്ട് ഓഫ്. ഒ ബി സി സ്റ്റുഡൻസിന് 24.2 ആയിരുന്നു കട്ട് ഓഫ്. SC/ST സ്റ്റുഡൻസിന് 17.9 ആയിരുന്നു കട്ട് ഓഫ്. ഇത് ഏകദേശം ആവറേജ് ആണ്. ഈ ഒരു ഗേറ്റ് 2018 സ്കോർ ഏകദേശം ആവറേജ് സ്കോർ വരുന്നത് ഇത്രയാണ്. അടുത്തത് ഗേറ്റ് 2017 കട്ട് ഓഫ് നോക്കാം. ഗേറ്റ് 2017 സിവിൽ എഞ്ചിനീയറിംഗിൽ ഓൾമോസ്റ്റ് 1,38,000 സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതിയത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 28.7 ആയിരുന്നു കട്ട് ഓഫ്. ഒ ബി സി കാൻഡിഡേറ്റ്സിന് 25.8 ആയിരുന്നു കട്ട് ഓഫ്. SC/ST കാൻഡിഡേറ്റ്സിന് 19 ആയിരുന്നു കട്ട് ഓഫ്. അടുത്ത ഗേറ്റ് 2016 സിവിൽ എഞ്ചിനീയറിംഗിൽ അറൗണ്ട് 1,20,000 സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതിയത്. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് 25 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ്. ഒ ബി സി കാൻഡിഡേറ്റ്സിന് 22.5, SC/ST കാൻഡിഡേറ്റ്സിന് 16.6 ആയിരുന്നു കട്ട് ഓഫ്. അടുത്ത ഗേറ്റ് 2015 കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 1,00,000 സ്റ്റുഡൻസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗിൽ എക്സാം എഴുതിയത്. കട്ട് ഓഫ് വരുന്നത് 25.45 ആണ് ജനറൽ കാറ്റഗറിക്ക്. ഒ ബി സിക്ക് 22.9, SC/ST കാൻഡിഡേറ്റ്സിന് അറൗണ്ട് 70 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ്. അടുത്തത് ഗേറ്റ് 2014 എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് 90,000 സ്റ്റുഡൻസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗിൽ എക്സാം എഴുതിയത്. അതിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് 26.57 ആയിരുന്നു കട്ട് ഓഫ്. ഒ ബി സി സ്റ്റുഡൻസിന് 23.9, SC/ST സ്റ്റുഡൻസിന് 17.7 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് വെയിറ്റേജ്, പ്രീവിയസ് ഇയേഴ്സിലുള്ള സബ്ജക്റ്റ് വെയിറ്റേജ്, കട്ട് ഓഫ് കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.